ഞാനും അത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളുടെ ഭാഗമായിരുന്നു. അതായത് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പടങ്ങൾ, സിനിമ പറയുന്ന പൊളിറ്റിക്സ്, അതേപോലെ അതിൻ്റെ ഒരു എസ്തെറ്റിക്സ്, ഇതെല്ലാം അങ്ങനെ നോക്കി സിനിമകളെ കുറച്ചും കൂടെ റിയൽ സ്വഭാവമുള്ള പടങ്ങൾ, അതൊക്കെയായിരുന്നു താല്പര്യവും, നമുക്ക് കാണാൻ താല്പര്യം. പിന്നീട് ഒരു പോയിന്റിൽ നമ്മളും ഈ പറഞ്ഞ പോലെ ജീവിതം ജീവിച്ച് ഇവോൾവായി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെയും ടേസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ മാറി തുടങ്ങി. കുറച്ചും കൂടെ ചിൽ റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന കൊമേഴ്ഷ്യൽ ട്രാക്കിലോട്ടേക്ക് പതുക്കെ ഞാനും എൻ്റെ വ്യൂവിങ് എന്താ പറയുക ആഗ്രഹങ്ങളും പതുക്കെ മാറി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പിന്നെ ആലോചിച്ചു എനിക്ക് കുറച്ചിങ്ങനെ വ്യത്യാസമായിട്ട് ചെയ്താലെന്താ. പിന്നെ അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ജനകീയമാണ്, കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് മാക്സിമം എത്തുന്ന പടങ്ങളുമാണ്. മറ്റേ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇമോഷണലിയും അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ കുറേ ഭാഗങ്ങൾ ഒരു ഡാർക്കർ ഏരിയയിലേക്ക് നമ്മൾ തന്നെ തള്ളിവിടുന്ന രീതിയിലാണ് നമ്മൾ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ അതിനുള്ളൊരു റെക്കഗ്നിഷൻ ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ചെറുതായിട്ടൊക്കെ വരാറുണ്ട്. ബേസിക്കലി വേറെ ഒന്നുമല്ല, അതായത് വേറൊരു രീതിയിൽ നമ്മൾ ടാഗ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലുണ്ടാവില്ലേ, നമ്മൾ ഇത്രയും ഇതിനൊക്കെ വർക്ക് ചെയ്തിട്ട് ഇത്രയും നമ്മൾ സീരിയസ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ മനസ്സിലായതല്ല, ജനങ്ങൾക്ക് വേറെ ഒരു മൂഡാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് പതുക്കെ മനസ്സിലാവുന്നത്. അത് മാത്രമല്ല കേട്ടോ, രണ്ടു മൂടും വേണം. അപ്പൊ ഞാൻ പറഞ്ഞ അതാ. അപ്പൊ ഞാൻ വെച്ചു കുറച്ചും കൂടെ സിംപ്ലർ നൈസർ ആയിട്ടുള്ള മാക്സിമം ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള പടങ്ങൾ, എന്നാൽ അതിലെന്തൊരു പുതുമ കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മൾ നേരത്തെ കണ്ട വിധത്തിലല്ലാതെ അങ്ങനെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്ത് ഇന്നിപ്പോ ജനറേഷൻ മാറി, പയ്യന്മാരും കുറെ വേറെ പടങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടെംപ്ലേറ്റഡ് പടങ്ങൾക്ക് ഇന്ന ജനങ്ങളും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിലെങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാം, അതിലെങ്ങനെ ഇച്ചിരി കൂടെ ഡെപ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു ആലോചന, ആഗ്രഹങ്ങളാണല്ലോ നമുക്ക്, ആഗ്രഹിക്കുന്ന കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ആർഡിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഷെയ്ൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അടിക്കണമെങ്കിൽ എന്തിനാണ് അടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം, അല്ലെങ്കിൽ ബോധ്യമാവണം. ഷെയ്നിന് കൂടി ബോധ്യപ്പെടണം. അപ്പൊ അത്തരത്തിലായിരിക്കും ഉള്ള കഥകളായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ അടിയൊക്കെ ചില സമയത്തൊക്കെ മാറിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറെ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ആംബിയൻസ് ഉള്ള സീനാണ്. ആ സീനിൽ ശരിക്കും പോലീസുകാരുടെ സാമീപ്യമൊന്നും നമ്മുടെ നഗരത്തിൽ ഇല്ലാത്ത രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോഴും ഷെയ്ൻ വിചാരിക്കുന്ന ഒരു ലോജിക്കൽ അത് ഫിറ്റ് അല്ല. അത്തരത്തിലുള്ള ജമ്പിങ് ഒന്നും കുഴപ്പമില്ല. ഇല്ല, അപ്പൊ ഞാൻ പറയുന്ന ഒരു സിനിമ നമ്മൾ ജീവിതത്തിൽ പാട്ടുപാടി ഡാൻസ് കളിക്കരുത്. ഇല്ല നിലവേ പോസിബിൾ അല്ല. പിന്നെ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഹിറ്റ് പിന്നെ ഇല്ല. നമ്മൾ ഓൾറെഡി ചില കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു സംഭവം. ഇപ്പൊ എന്താണെങ്കിലും വില്ലന്മാർ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിച്ച്, പിന്നെ ഇനിയിപ്പോ ഇവരങ്ങോട്ട് അടിക്കട്ടെ എന്ന് പറഞ്ഞ